സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ കന്യകാമറിയമേ, ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങളുടെ ഏക ശരണമേ, നിന്നിൽ അഭയം തേടുന്ന നിൻ്റെ മക്കളെ അമ്മ ഒരിക്കലും നിരാശരാക്കിയിട്ടില്ലല്ലോ. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുവുദരത്തിൻ്റെ ഫലമായ ഈശോ മിശിഹായോട് അവിടുന്ന് യാചിക്കുന്ന ആവശ്യങ്ങൾ ഒരിക്കലും സാധ്യമാകാതെ ഇരിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ആശയറ്റവർ നിൻ്റെ സന്നിധിയിൽ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കുറവുകൾ നീ നീക്കിക്കളയണമേ. കാനായിലെ കല്യാണ ദിവസം ആ കുടുംബത്തിനു വേണ്ടി തന്നെ മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ ജനനി, ഞങ്ങൾ ഇന്ന് ഏറ്റവും അധികം യാചിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധ ദൈവമാതാവിന് മുമ്പിൽ നമ്മളുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം. ഈ ആവശ്യം ഞങ്ങൾക്ക് നടത്തിത്തരണമേ. അളവറ്റ കരുണയുടെ പ്രതിരൂപമായ അമ്മേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ എളിയ യാചന ആ നിർമ്മല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.